ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അപ്പം ഇന്ന് നമ്മളെ തുടക്കക്കാർക്ക്, അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മളിൽ പലരും മോട്ടിവേഷൻ വീഡിയോസ് കാണാറില്ലേ? അപ്പോൾ അതിൽ റാങ്ക് ഹോൾഡേഴ്സ് മോട്ടിവേഷൻ വീഡിയോസിൽ പറയുന്ന ഒരു വേർഡ് ഉണ്ട്. എന്താണത്? കൺസിസ്റ്റൻസി അല്ലേ? അപ്പോൾ നമ്മളിൽ പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. അതില്ലാണ്ട് നമ്മൾ ജീവിതത്തിൽ എവിടെയും എത്തില്ല. അതാണ് സത്യം അല്ലേ? നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കൺസിസ്റ്റൻസി ഇല്ലാതെ എവിടെ എത്തില്ല. നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് എന്താണ്? ഇപ്പോൾ ഒരു ദിവസം നമ്മൾ പഠിച്ചിട്ട് 2 ദിവസത്തേക്ക് പഠിക്കില്ല, പിന്നെ ഒരു 5 ദിവസം പഠിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ആഴ്ചത്തേക്ക് പഠിക്കില്ല. അങ്ങനെയൊന്നും അല്ല വേണ്ടത്. പഠിത്തം നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയാലേ ഉള്ളൂ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. അതായത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച ആ ഒരു ലക്ഷ്യം നേടണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. ഞാൻ മുമ്പത്തെ 2 വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ സിലബസ് എന്തായാലും എടുത്തു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സൊക്കെ നമ്മൾ കവർ ചെയ്യുക. എങ്ങനെയാണ്? ഒരു ദിവസം ഇപ്പം നമ്മൾ 2 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിലും 2 മണിക്കൂറും നമ്മൾ അതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ പഠിക്കണം. അല്ലാണ്ട് മറ്റുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഏർപ്പെടാതിരിക്കുക. എങ്ങനെയാണ്? പഠിത്തത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ ആയാലുള്ളൂ നമുക്ക് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് നേടാൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ തന്നെ മനസ്സിൽ പറയുന്നുണ്ടാവും, നമ്മൾ 5 മണിക്കൂർ പഠിച്ചു, പക്ഷേ എന്താ പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയില്ല. ഇല്ലേ? നിങ്ങളിൽ പലർക്കും അങ്ങനെ ചെയ്യാറില്ലേ നിങ്ങൾ? അതാണ് നമ്മളെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റാണത്. ഇപ്പോൾ ഒരു മണിക്കൂർ പഠിച്ചാലെങ്കിലും നമുക്ക് ആ ഒരു കൃത്യതയോടെ പഠിച്ചെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടൻറ്റ്, ഏത് ടോപ്പിക്കാണോ എടുത്തിട്ടുള്ളത് ആ ടോപ്പിക്കിൽ വരുന്ന കണ്ടൻസ് നമ്മൾ നല്ലോണം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അല്ലാണ്ട് നമ്മൾ 5 മണിക്കൂർ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയിട്ട് അവിടെ ഇവിടെയൊക്കെ വായിച്ചു പോയിട്ട് ഒന്നും കാര്യമല്ല. അത് നമുക്ക് നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു കാര്യമാണ് അല്ലേ അത്? അതാണ് നമ്മൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മോട്ടിവേഷൻ സ്റ്റോറീസിൽ അവർ റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത് കേട്ടിട്ടില്ലേ? കൺസിസ്റ്റൻസി ആയിട്ട് ഇത്ര മണിക്കൂർ പഠിച്ചു, പിന്നെ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ ടിക്ക് മാർക്ക് ഇടും. പിന്നെ അങ്ങനെ ടിക്ക് മാർക്ക് കാണുമ്പോൾ അവർക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആവൂലേ? ഇപ്പം ഞാൻ എന്നെ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ ഒരു ടോപ്പിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുമ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്, ടിക്ക് മാർക്ക് ഇടും. അപ്പോൾ എനിക്കും അതെ, മനസ്സിന് വല്ലാത്തൊരു ഒരു സംതൃപ്തിയാണ്. കാരണം എന്താ വെച്ചാൽ ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്തല്ലോ, ഇനിയിപ്പോൾ അതൊന്ന് റിവിഷൻ ചെയ്താൽ മതി എന്നുള്ള ആ ഒരു ചിന്താഗതിയായിരിക്കും കേട്ടോ. പലരുടെയും ഒരു വിചാരമുണ്ട്, റാങ്ക് ഫയൽ മൊത്തം കാണാപ്പാഠം പഠിച്ചിട്ട് നമ്മൾ എക്സാമിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്കായിരിക്കും. ആ ഒരു ചിന്ത നമ്മളിന്ന് മാറ്റണം. എന്നാലേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ PSC ചോദിക്കുന്ന കറക്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും നമുക്ക് പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, മനുഷ്യന്മാരുടെ കാര്യമല്ലേ? അപ്പം നമ്മൾ ബ്രേക്ക് എടുക്കുന്ന സമയം, ആ ഒരു ഡേ, അതായത് ആ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ദിവസം നമ്മൾ അതും കൂടെ കൂട്ടി പഠിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഡെയിലി ഒരു PYQ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു സെക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ടോപ്പിക്കും ഉണ്ടാവും അല്ലേ? മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ ബയോളജി, എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്ന ഒരു ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം നമ്മൾ പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ നമ്മൾ അതൊന്ന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ്, നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർക്കും. അതായത് ഇപ്പം നമ്മളെ ഫ്രണ്ട്സിൻ്റെ, അതായത് സ്റ്റാറ്റസ് കാണുമ്പോൾ ഫ്രണ്ട്സിൻ്റെ
ആ ഒരു പൊസിഷൻ നമ്മൾ കാണും. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും, നമ്മൾ മാത്രമാണല്ലോ ഇങ്ങനെ, നമ്മൾ ആ ഒരു പൊസിഷനിൽ എത്തുന്നില്ലല്ലോ, ആ ഒരു ചിന്തയിലേക്ക് പോവും. പഠിക്കാനിരിക്കുമ്പോഴാണ് കേട്ടോ ഈ ചിന്തയൊക്കെ വരിക. അപ്പം നമ്മൾ എന്താ ചെയ്യുക, പഠിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒന്നും അങ്ങനെ കാണാറില്ല. കാരണം അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് തന്നെ അറിയാതെ തന്നെ കടന്നു വരും. അപ്പം നമ്മൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്താണ് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കഴിയും. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ എന്തും ത്യജിക്കാനുള്ള ഒരു മനസ്സുണ്ട് എന്നല്ലേ പറയുക. അപ്പോൾ നമ്മൾ ആ ഒരു ചിന്ത നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒഴിവാക്കും. നമ്മൾ പഠിത്തത്തിലേക്ക് തന്നെ എന്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസി ആയിട്ട് പഠിക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഒരുപാട് അവരൊന്നും പഠിക്കണം എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ടൈം, അത് നന്നായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ആ ഒരു ഒറ്റ ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പഠിക്കുക. കാരണം നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഒരുപാട് ചിന്തകളും അതുപോലെ നമ്മൾ ചെയ്തു തീർക്കേണ്ട വർക്കുകളും അതൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരിക അപ്പോഴാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് പഠിത്തം ആ ഒരു ചിന്തയിലേക്ക് വരിക കേട്ടോ. എപ്പോഴൊന്നും നമുക്കിതിന് പറ്റിക്കൊള്ളുന്നില്ല. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അതന്നെയുള്ളൂ നമ്മളിൽ മാറ്റിയെടുക്കാൻ പറ്റിയ അതാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ആ ഒരു പൊസിഷനിൽ എത്തുക. ഓൾ ദ ബെസ്റ്റ്.